ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ദോശയാണ്. പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ചെറുപയറൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് തന്നെ പച്ചരിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിത് കുതിർത്താനായിട്ട് വെക്കണം. ഒരു 5-6 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ രാത്രി വെള്ളത്തിലിട്ട് വെക്കുകയാണ് രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും അരിയും ചെറുപയറും ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ട് ചെറുപയറും അരിയും കൂടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാനായിട്ട് ഞാൻ 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, അതായത് നല്ല ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ദോശ ബാറ്ററിൻ്റെ അളവിലാണ്, ഒരു ലൂസിലാണ് ഈ ബാറ്റർ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് മാത്രം ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഈ ബാറ്റർ വേണ്ടത്. ഇനി ഈ മാവ് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചുട്ടെടുക്കുന്നത്. ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ നെയ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി ഞാനിത് അടച്ച് വെക്കുന്നൊന്നുമില്ല. മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നാൽ ഇതിന് മുകളിലേക്ക് കുറച്ച് പശുവിൻ നെയ്യൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇത് മൊരിയിച്ചെടുക്കണോ അതിനനുസരിച്ച് മൊരിയിച്ചെടുക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. നമുക്ക് ഏത് ചട്നി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചെറുപയറൊക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്കും കുറച്ച് ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണ്. സാധാരണ നെയ് റോസ്റ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് മൊരിയിച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചൂടോടെ നല്ല ചട്നിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇതുപോലെ ദോശ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.